ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് ഫുൾഫില്ലിംഗ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്ന 6 റൂൾസിനെ കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റൂൾ നമ്പർ 1, ഇമാജിനേഷൻ ഈസ് എ കീ ടു സക്സസ്. ഫ്യൂച്ചറിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിവുള്ള ഒന്നാണ് നിങ്ങളുടെ മനസ്സ്. ഇമാജിനേഷൻ ആണ് സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ കീ പോയിന്റ്. വളരെ സക്സസ്ഫുൾ ആയ ആളുകളെ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, അവർക്കൊക്കെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത വിഷൻസ് ഉണ്ടായിരുന്നു. ഒരു നോർമൽ സോഷ്യൽ ലൈഫിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അവർ ചില പുതിയ കാര്യങ്ങളെ ഓഫർ ചെയ്യുന്നത്. ചില കഥകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഇൻസ്പയർ ആകും, അല്ലെ? നല്ല മോട്ടിവേഷൻ കിട്ടും. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതിന്റെ കുറെ ഇമേജസ് ഫോം ആകും. അത് നമുക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് തരിക. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. സോ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക. നമ്പർ 2, ലൈഫ് ക്യാൻ മേക്ക് us eager to grow. നമുക്ക് പ്രായമാകും തോറും പേടി കൂടി വരും. പലപ്പോഴും നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആലോചിച്ച് ഒരു നൊസ്റ്റാൾജി ഫീൽ ഉണ്ടാകും. വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്ത, എന്താ പറയുക, ഈസി ആയിട്ട് പോരുന്ന സമയം. പിന്നെ നമ്മൾ വളരും തോറും പല കാര്യങ്ങൾ ആലോചിച്ച് നമുക്കൊരു പേടി ക്രിയേറ്റ് ആകും. നമുക്ക് നമ്മളെ പേടി, സൊസൈറ്റിനെ പേടി, അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ പേടി. നമ്മുടെ ലൈഫിലെ ഡാർക്ക് ടൈംസ് എന്ന് പറയുന്നത് മൂടൽ മഞ്ഞ് പോലെയാണ്. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം എന്താണ് വേണ്ടതെന്ന്, ചിലപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാമായിരിക്കാം, പക്ഷെ അവിടെ എങ്ങനെ എത്തിപ്പെടണം എന്ന് അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കണം എന്ന് അറിയില്ല. മിക്കവാറും തോൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കും. നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ആരോടും പറയാറില്ല. കാരണം ചിലർ ചിന്തിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും എന്നാണ്. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ ലവ് ടു മെമ്പേഴ്സിന്റെ അടുത്ത് പറയുക. ബിക്കോസ് മേ ബി ദേ ക്യാൻ ഹെൽപ്പ് യു എന്നും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, അവരോട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. വൺസ് നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇടുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുക. നമ്പർ 3, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എൻകറേജ് ഹാപ്പിനെസ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റും. മിക്ക ആൾക്കാരും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് വളരെ ഈസി ആയ ഒരു ലൈഫ് മതി എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രോപ്പ് അപ്പ് മൈൻഡ് ആണ് തരിക. അതുകൊണ്ട് കുറെ സമയം അതിൽ കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യും. ശരിക്കും നമുക്ക് എന്ത് വർക്കാണോ ചെയ്യേണ്ടത് അത് പോയി കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇന്നത്തെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ സാധിച്ചാൽ നാളെ നമുക്ക് വലിയ കാര്യങ്ങളെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ടെമ്പററി ഹാപ്പിനെസിനെ വിട്ട് ലോങ് ടേം നോക്കുക, ഗോൾസ് അച്ചീവ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അത് അച്ചീവ് ചെയ്യുന്ന സന്തോഷം ഒന്നും ഈ ടെമ്പററി ഹാപ്പിനെസിന് തരാൻ കഴിയില്ല. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വർക്ക് ചെയ്യുക. നമ്പർ 4, ഫൈൻഡ് എ കരിയർ യു എൻജോയ്. ലൈഫ് വളരെ ചെറുതാണ്. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ ടൈമില്ല. നമ്മുടെ ലൈഫിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് അതിൽ എൻജോയ് ചെയ്യാനും സാധിക്കണം. കാരണം നമുക്ക് നമ്മുടെ ലൈഫിലെ ഒരു വലിയ പാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജോലി ചെയ്യാനാണ്. സോ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ കഴിയാത്തത് ആവരുത്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. നമ്പർ 5, ഡയമണ്ട് ബിക്കം ബ്യൂട്ടിഫുൾ വെൻ ദേ ആർ പുട്ട് അണ്ടർ പ്രഷർ. ലൈഫിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡയമണ്ട് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ചൂടും പ്രഷറും ആവശ്യമാണ്. ആൻഡ് ലോകത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് ഡയമണ്ട്. സോ നിങ്ങൾക്കും ഒരു ഡയമണ്ടിനെ പോലെ സ്ട്രോങ് ആകണമെങ്കിലോ തിളങ്ങണമെങ്കിലോ നിങ്ങൾക്കും വലിയ പ്രഷർ തന്നെ അനുഭവിക്കേണ്ടി വരും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്പർ 6, ഡോണ്ട് ലെറ്റ് മെമ്മറീസ് പ്രിവെന്റ് യുവർ ഫ്രം പ്രോഗ്രസ്. ചില ഓർമ്മകളുണ്ടല്ലോ നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കും. ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ ടു യു. ഒരിക്കലും കഴിഞ്ഞു പോയ കാര്യങ്ങളെ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനത്തെ മെമ്മറീസ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അല്ലാതെ ഇമോഷൻസ് നിങ്ങളുടെ ഓർമ്മകളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അതൊട്ടും നല്ലതല്ല. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.